തൃത്താല തച്ചറക്കുന്ന് മുടവന്നൂരിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണെടുപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിനോട് ചേർന്നുള്ള മണ്ണെടുപ്പ് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും പരാതി. തൃത്താല പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും തൃത്താലയിൽ മണ്ണ് മാഫിയയ്ക്കെതിരെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മൌനം പാലിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. 33 ദശലക്ഷം ലിറ്റർ ശുദ്ധജലം തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 12 പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്ന മുടവന്നൂർ കുന്നിലെ പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിക്ക് തൊട്ടടുത്തു നിന്നാണ് മണ്ണ് മാന്തിയെടുത്തത്. മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ളതെന്നും ശുദ്ധജല പ്ലാന്റിന് വലിയ ഭീഷണിയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വളരെ വലിയ മാഫിയ സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഹൈവേ നിർമ്മാണത്തിനെന്നും അതുപോലെ തന്നെ ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിനെന്നും പറഞ്ഞുകൊണ്ട് പല സ്വകാര്യ വ്യക്തികളും ഈ നിയോജക മണ്ഡലത്തിലെ 16 ടണ്ണിന്റെയും മറ്റും വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിവ്യാപകമായ രീതിയിൽ മണ്ണെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ പാവർട്ടി ജല വിതരണ പദ്ധതിയുടെ ഓഫീസും അനുബന്ധ കെട്ടിടങ്ങൾ പമ്പിംഗ് സ്റ്റേഷനുമാണ് ഈ കുന്നിന് മുകളിലായി കാണുന്നത്. ഇതിന്റെ തൊട്ട് താഴെ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നു പോകുന്ന മേഖലയിൽ നിന്ന് പോലും ഇത്തരത്തിൽ മണ്ണ് മാന്തിയെടുത്തുകൊണ്ട് വലിയ തോതിൽ ജലവിതരണ പൈപ്പുകൾ കടന്നു പോകുന്ന മേഖലയിൽ അടക്കം മണ്ണ് മാന്തിയെടുത്തുകൊണ്ട് വലിയ ഭീഷണി ജനജീവിതത്തിന് ഉയർത്തുന്ന രീതിയിലാണ് ഈ മണ്ണ് മാഫിയ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതിനോടകം കത്തും നൽകിയിട്ടുണ്ട്. തൃത്താല മേഖലയിൽ നിന്ന് വ്യാപകമായ തോതിലാണ് ഹൈവേ നിർമ്മാണത്തിന്റെ പേരിലും മറ്റും കുന്നിടിച്ച് നിരത്തി മണ്ണ് കൊണ്ടുപോകുന്നത്. അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ മണ്ണ് കടത്തുന്നുണ്ടെന്നും പിന്നിൽ മാഫിയ സംഘങ്ങളാണെന്നും നേതാക്കൾ പറഞ്ഞു. അനധികൃത മണ്ണെടുപ്പ് ചോദ്യം ചെയ്താൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഇത്തരം സംഘങ്ങൾ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയാണെന്നും ഉദ്യോഗസ്ഥർ മൌനം പാലിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ആ മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന ആ മാഫിയക്കാരൻ ആ പഞ്ചായത്ത് മെമ്പറെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ ഈ മാഫിയ വളർന്നിരിക്കുകയാണ്. വലിയ രൂപത്താണ് മാഫിയ ഇവിടെ പിടിമുറുക്കിയിട്ടുള്ളത്. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ സ്പോട്ടിലേക്ക് വിളിച്ചു വരുത്തി. ബന്ധപ്പെട്ട എഇ വന്നു, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധികാരികൾ വന്നു. ആ സ്ഥലം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു പ്രദേശത്തു നിന്ന് മണ്ണ് മാറ്റാനുള്ള അനുവാദമാണ് കൊടുത്തത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുമായി നിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആ സ്ഥലം സന്ദർശിക്കുന്നതിനോ അത് തടയുന്നതിനോ യാതൊരു നടപടി സ്വീകരിച്ചില്ല. ഇന്നലെ വിഷയത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്നും വരും ദിവസങ്ങളിൽ തൃത്താല പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും തൃത്താല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. NCV ന്യൂസ്, തൃത്താല. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.